ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇറങ്ങിയപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ റോസാപ്പൂവൊക്കെ വിരിഞ്ഞിരിക്കണം. ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് എൻ്റെ നടവഴികളാണ്. കാരണം ഞാൻ പോണ എൻ്റെ വഴികളാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഏതൊക്കെ വഴി കൂടെ ഞാൻ പോവും വരും, എൻ്റെ വീട്ടിൽ വരേണ്ട വഴികളും ഞാൻ വരണ വഴികളും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണത്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ മോളെ കൂടെ പോകണം, അവളെ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടാക്കണം. അപ്പോൾ വെളിയിൽ ഇറങ്ങിയപ്പം പുള്ളിക്കാരി കുടയെടുത്താന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇറങ്ങിയപ്പം എൻ്റെ പൂച്ചക്കുട്ടൻ അവിടെ വഴി കിടപ്പുണ്ട്, എൻ്റെ അനിയത്തിയുടെ മോൻ അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് ഞാൻ കാണിച്ചത്. ഈ പോണ വഴിക്ക് എനിക്കൊരു ചെറിയൊരു കടയുണ്ട്. എൻ്റെ കടയല്ല, ഞാൻ അവിടുത്തെ ഒരു അമ്മച്ചിയുടെ കട. എന്താവശ്യത്തിനും വന്ന് വാങ്ങിക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണ വഴിക്ക് അംബേദ്കറുണ്ട്. അപ്പോൾ അംബേദ്കറിൻ്റെ ഇപ്രാവശ്യത്തെ അംബേദ്കറിനെ അടിപൊളിയാക്കി ഇവിടെ അവർ വിളക്കെല്ലാം കത്തിച്ച് ഇവിടെ നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയാണ് ഞാൻ പോണ വഴി. അപ്പോൾ ഇവിടെ നിന്ന് നേരെ മെയിനായിട്ട് പോണത് മെയിൻ റോഡ് ഹൈവേ ചെന്നിറങ്ങാം. അവിടെ നിന്ന് നേരെ സൈഡ് വഴി മറ്റേ സർവീസ് റോഡെന്നൊക്കെ പറയില്ല, അതുവഴിക്ക് പോവേണേ. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ചെറിയൊരു പറമ്പിൽ പ്ലാവുണ്ട്, നിറയെ ചക്കയുണ്ട്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ആവശ്യക്കാർക്ക് ചക്ക കിട്ടത്തില്ല, അല്ലാത്തവർക്ക് നിറയെ ചക്ക കിട്ടുമെന്ന്. അപ്പോൾ ഈ വഴി നിങ്ങൾക്ക് മിക്കപ്പോഴും കാണാമായിരിക്കും, ഹൈവേയിൽ മേളിൽ കൂടെ ഞങ്ങൾ പോണത്. അപ്പം ഈ റോഡേ കൂടെ പോയി നേരെ എൻ്റെ മോൾ അപ്പുറത്തിറങ്ങി അവൾ ട്യൂഷന് പോണതാണ്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോണ വഴിയൊക്കെ നിങ്ങൾക്ക് മിക്കപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ റോഡ് വഴിക്കില്ല, ഞാൻ പോണ വഴി ഇതൊക്കെ ചിലപ്പം പോണത് ഇതായിരിക്കും, വരണത് ഇതായിരിക്കില്ല. നമ്മൾക്ക് ഒറ്റ വഴിയൊന്നുമല്ല, ഒത്തിരി വഴികളുണ്ട്. അപ്പോൾ ഞാൻ പോണടത്തൂടെ, പണ്ടുള്ളവർ പറയും പോണടത്തൂടെ തിരിച്ചു വരാൻ പറ്റത്തില്ലെന്നാണ്, അത് പഴഞ്ചൊല്ലാണ്. പക്ഷേ ഇതല്ല, എൻ്റെ നടവഴികളാണ് ഞാൻ കാണിച്ചു തരണം. അതായത് ഞാൻ നടന്നു പോണ എൻ്റെ വഴികൾ, എൻ്റെ സ്ഥലത്ത് ഞാൻ എവിടെ കൂടെയൊക്കെ എനിക്ക് വഴിയുണ്ടോ ഞാൻ അവിടെ കൂടെയൊക്കെ പോവും. അപ്പോൾ എൻ്റെ നാട്ടിൻപുറമല്ല, സിറ്റിയാണ്. അപ്പോൾ എൻ്റെ മോളിതേ അപ്പുറത്തിറങ്ങി. ഈ സിറ്റിയിലൊക്കെ താമസിക്കാൻ ഇഷ്ടമുള്ളവർക്കാണ് ഇതുപോലത്തെ ഒരു ജീവിതം ആസ്വദിക്കാൻ പറ്റണം. പക്ഷേ എന്തോ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ജനിച്ചതും വളർന്നത് ഇവിടെയാണെങ്കിൽ എനിക്ക് ഈ ചുറ്റുപാട് എനിക്ക് വലിയ ഇഷ്ടമല്ല. കാരണം എനിക്ക് ഈ ഗ്രാമങ്ങളല്ല, നമ്മളെ ഈ നാട്ടിൻപുറം പോലത്തെ സ്ഥലം, പണ്ടത്തെ ഒരു ജീവിത രീതിയൊക്കെ ഇല്ലേ, അതൊക്കെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടിട്ട് എനിക്ക് ഈ ഇതുപോലത്തെ ഇതൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പം എന്നാലും ഞാൻ വീഡിയോയിൽ കൂടെ നിങ്ങളെ കാണിച്ചു തരണം. ഞാൻ പോണ വഴി, എൻ്റെ മോൾ ദേ ഇപ്പോൾ ഈ കയറ്റം കയറിയാണ് പോകേണ്ടത്. അപ്പോൾ ഒരു കൊച്ചു പോകണം. അപ്പോൾ ആ വഴി ഞാൻ കാണിച്ചു തരാണ്. ഈ കയറ്റം കയറി പോയിട്ട് അങ്ങോട്ട് കയറി ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകണം. അവിടെ ഒരു ബോർഡുണ്ട്, അവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകണം. അപ്പം ഞാൻ ഇവിടെ ഇതേ കയറി, അവൾ അവിടെ എത്തി, അവിടെ കയറി. ചിലപ്പോൾ അവൾ തിരിഞ്ഞു നോക്കും, ടാറ്റ തരും. വേറൊരു വഴി കൂടെ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ ആ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരും കേട്ടോ പ്ലീസ്. എന്നെ സോൺ ചെയ്ത് വെച്ചു. അയ്യോ, വഴി ഇതൊക്കെയാണ്. ഈ ഇടവഴി കൂടെയൊക്കെയാണ് വരുന്നത് വീട്ടിൽ. എൻ്റെ വീട്ടിൽ ഞാൻ ഏതൊക്കെ വഴിയുണ്ടോ അവിടെ കൂടെയൊക്കെ ഞാൻ വരും. കാട്ടിനകത്തൊന്നും പോകത്തില്ല, ഇതൊക്കെ റോഡും വീടും. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ വീടാണ്. ഇത് കുട്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ വഴിക്കൊരു അമ്മച്ചി ഇരിപ്പുണ്ട്. ഒരമ്മച്ചി വീട്ടിൽ കൊച്ചിനെ കൊണ്ടാക്കാൻ പോയത്. ട്യൂഷൻ ക്ലാസ്സിൽ. ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചതേ ഈ മുക്കിൽ വന്നിറങ്ങിയിട്ട് ഇതുവഴിയാണ് ഞാൻ പോയത്, റോഡിൽ പോയത്. ഇനി ഇതിന് എൻ്റെ വീട്ടിൽ പോകാൻ എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുക. പോയപ്പം കണ്ട ആള് ഞാൻ വന്നപ്പോഴത്തേന് ഇതേ കണ്ട. വിട്ടു രാത്തിച്ചൊക്കെ വിളഞ്ഞിരിക്കണ പറക്കോടാ. ആത്തിച്ചൊക്കെ അവിടെ നിൽക്കണടാ, ഒന്ന് നോക്ക്. അനിയത്തിയുടെ മോനെ ഉടുപ്പിട. നിങ്ങൾ കൂടെ വന്നോ?
വെള്ളയുണ്ട്, റോസുണ്ട്. അങ്ങനെ ആത്തിച്ചക്ക പറിക്കാൻ പോയതാണ്. ഒന്ന് എവിടെ കിടക്കണടാ? ഇവിടെ ഉണ്ട്. ഇതൊന്ന് വലുത് ഇച്ചിരി കൂടെ ആവണം. പറിക്കാൻ നിന്ന് ആളെ കണ്ട. അപ്പം ഞാൻ വീട്ടിൽ വന്ന് കയറി ഗൈസ്. ഞാൻ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്ന് കയറി. എന്നത്തെ കുഞ്ഞു കളി എനിക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ പോണ വഴിയും പോണ വഴിയും പറഞ്ഞ വഴിയൊക്കെ ഞാൻ കാണിച്ചു.